Hi, good morning, everybody. Good morning, teacher. How are you all? Good morning, teacher. How are you? Can you hear me? നിങ്ങളുടെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ മിസ്സിന്. Benita, how are you? Okay. Have you had your breakfast? No. No. Good morning, teacher. Good morning. All of you take your textbook. Good morning, teacher. Textbook എടുത്തോ Good morning, teacher. എക്സാം ആയി അല്ലേ? അപ്പൊ നമുക്കിന്ന് റിവിഷൻ തുടങ്ങാം. നമുക്ക് ഏതൊക്കെ ലെസൺ ആണെന്ന് മിസ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. എല്ലാരും കണ്ടുവല്ലോ അല്ലേ? ഫസ്റ്റ് ലെസൺ തൊട്ട് ഒന്നുകൂടെ റിവിഷൻ ചെയ്തു തരാം. ഇനി ഏതെങ്കിലും ക്ലാസ് മിസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, ആർ യു റെഡി? യെസ്, ഓക്കെ, ഗുഡ്. All of you take your first page. നമുക്ക് അടുത്ത ആഴ്ച മുതലാണ് എക്സാം തുടങ്ങുന്നത്. അപ്പൊ ഈ ആഴ്ച ശരിക്കും ഒന്ന് പഠിക്കണം. ഇന്നെങ്കിലും ഒന്ന് പഠിക്കാൻ തുടങ്ങണം. എന്നാലേ എക്സാം നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഹംനെ സീക്ക. എന്താ? ആദ്യം തന്നെ ചിഹ്നങ്ങള് വരുന്ന കുറെ വേർഡ്സ് അവിടെ വരുന്നത്. ഫസ്റ്റ് ആക്കി മാത്ര ഉള്ള 3 വേർഡ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? ആം, ഗാജർ, ചാത്ത. നെക്സ്റ്റ് ഈക്കി മാത്ര ഈ. ചിടിയ, ചിരാഗ്, പഹിയ. എക്സാമിന് നിങ്ങൾക്ക് ഈക്കി മാത്രക്ക ദോ ശബ്ദ് ലിഖോ എഴുതാനുണ്ടാവും. 2 വേർഡ്സ് ഒക്കെ എഴുതാൻ വരും. എങ്ങനെയാ എക്സാം ക്വസ്റ്റ്യൻ ഒന്നും നമ്മൾക്ക് അറിയില്ല അല്ലെ? അപ്പം നെക്സ്റ്റ് ഈക്കി മാത്ര. ഏതൊക്കെയാ ഈക്കി മാത്രക്ക? 3 ശബ്ദ് ഏതൊക്കെയാ? തീർ, തിത്തലി, മച്ചലി. നെക്സ്റ്റ് ഊക്കി മാത്രക്ക ശബ്ദ് ഗുലാബ്, ഗുഡിയ, ധനുഷ്. നെക്സ്റ്റ് ഊക്കി മാത്ര സൂരജ്, ഫൂൽ, ചാക്കു. നെക്സ്റ്റ് അഭ്യാസ്. അഭ്യാസ് എന്താ? നിങ്ങളുടെ അഭ്യാസങ്ങളാണോ? അല്ല, അഭ്യാസ് എന്ന് പറഞ്ഞാല് നമുക്ക് എക്സർസൈസ്. ചിത്ര ദേഖോ ശബ്ദ ലിഖോ. എക്സാമിന് പിക്ചർ തരും. എന്നിട്ട് ആ പിക്ചറിന്റെ ശബ്ദ വാക്ക് എന്താണെന്ന് നമ്മൾ എഴുതണം. ഫസ്റ്റ് വൺ ആ പിക്ചർ ആദ്യം ശ്രദ്ധിച്ച് നോക്കണം. ആദ്യത്തെ പിക്ചർ കാണുമ്പോൾ ലാസ്റ്റത്തെ പിക്ചർ നോക്കിയിട്ട് ആൻസർ എഴുതിയെങ്കിൽ തെറ്റിപ്പോവും. ഫസ്റ്റ് പിക്ചർ മഡർ, മാല, അനാർ, സിത്താർ, സീട്ടി, ഗിർഗിഡ്, ഗുലാബ്, മൂലി, रूमाल. नेक्स्ट चित्र को शब्द मिलावो. शब्द से मिलावो. എന്താ? മാച്ച് ദ ഫോളോയിങ് അല്ലേ? ചിത്രത്തിന്റെ വാക്ക് എന്താന്ന് എഴുതണം നമ്മള്. എന്തായിരുന്നു? ബോക്സിലുള്ള വേർഡ് ഞാൻ ആദ്യം വായിക്കാം. ഒന്നുകൂടെ വായിക്കാൻ കിട്ടാത്തവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഫസ്റ്റ് സിപാഹി. സിപാഹി മീൻസ് സോൾജിയർ. ഗുഡിയ, ഖടിയ, അഖ്ബാർ, ചീൽ. Look at your textbook. എവിടെയാ നോക്കുന്നത് നിങ്ങൾ? ടെക്സ്റ്റ് ബുക്കിൽ നോക്ക്. അഖ്ബാർ, ചീൽ, മുകുട്, ചീനി, അമരൂദ്, പഹിയ, ബർത്തൻ. പേജ് നമ്പർ 3. തിർക്കി മാത്ര. എന്താ? ഇതൊന്നും വിശദീകരിച്ച് തരണ്ട അല്ലെ? പഠിച്ചു, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. വേർഡ്സ് വായിച്ചു തരാം ഒന്നുകൂടെ. വൃക്ഷ് ട്രീ, നൃബ് കിങ്,
ഋഷി, സേജ്, ഗൃഹ്, ഹൗസ്. താഴെ ഇർക്കി മാത്രാക്ക അനേക ശബ്ദ അല്ലെ? എന്താ? മൃഗ്, കൃഷി, കൃപ, കൃഷ്ണ്, ഗൃഹ്, തൃണ്, പ്രദീപ്, അമൃത്, കൃപാൺ, കൃഷക്, കൃണ, ബൃഹത്, വൃഷഭ്, പൃഥ, കൃത്. നെക്സ്റ്റ് പേജ്. പഠനാഭ്യാസം അല്ലെ? നിർബിക്ക, മുകുട്. ഫില്ലിന്റെ ബ്ലാങ്ക്സ് വരാം. എങ്ങനെയാ ഫില്ലിന്റെ ബ്ലാങ്ക്സിന് ഹിന്ദിയിൽ എങ്ങനെ വരിക? പൂരേ കരോ എന്ന് വരും അല്ലെ? പൂരിപ്പിക്കുക. നിർബിക്ക, മുകുട്. കൃഷക് ഹൽ ചല. കൃഷി കർ. അഭി ഗൃഹ് മത് ജാ. ജാ തൃണ് ഉടാ. കൃണ് നാ കർ. വൃക്ष का घेरा. वृषभ ला. कृपा कर. നെക്സ്റ്റ് ഇറുക്കി മാത്ര ലഗാക്കർ ശബ്ദം കോ പൂരാ കരോ. എന്താ? ഇറിന്റെ അവിടെ തെറ്റായിട്ട് വാക്കുകൾ തന്നിട്ടുണ്ട്, അതിന് ഇറിന്റെ ചിഹ്നം ചേർത്ത് എഴുതണം നമ്മള്. ഫസ്റ്റ് വൺ ആൻസർ മാത്രം പറഞ്ഞുതരാം. കൃണ, നൃബ്. ശ്രദ്ധിക്കണം എവിടെയാ ഇറിന്റെ ചിഹ്നം ചേർത്തിട്ടുള്ളതെന്ന്. എക്സാമിന് ചോദിക്കും, ഇതൊക്കെ വായിച്ച് പഠിക്കണം കേട്ടോ. കൃണ, നൃബ്, കൃപാൺ, കൃത്, തൃണ്, കൃഷക്, കൃപ. नेक्स्ट नीचे दिए गए शब्दों से रिक्त स्थान भरो. എന്താ? താഴെ കൊടുത്തിരിക്കുന്ന ആ സെന്റൻസിലെ വേർഡ് കറക്റ്റ് ആയിട്ട് അവിടെ ഫില്ല് ചെയ്യണം. എല്ലാരും വന്നുകൊണ്ടിരിക്കും ഇപ്പോഴും. കൃത്യസമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? ഖേത്ത് മേ ഡാഷ് ഹൽ ചലായേഗ. ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ, ഇതൊക്കെ എക്സാമിന് ഉണ്ടാവും. ഖേത്തുമേ കൃഷക് ഹൽ ചലായേഗ. അപ്പൊ കൃഷക് എന്ന് എഴുതാൻ നമ്മൾ കൃഷക് എഴുതാൻ പഠിക്കണം ആദ്യം അല്ലെ? ഇനി ബ്രാക്കറ്റിൽ ചോയ്സ് തന്നിട്ടുണ്ടെങ്കിലും കൃഷകിന് എങ്ങനെ എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം, എന്നാലേ അറിയുള്ളൂ. നെക്സ്റ്റ് വൃഷഭ് കോ ലേക്കർ ഗൃഹ് സേ ആ. വൃഷഭ് തൃണ് ഖാ. ഫിർ കൃഷി കർ. നെക്സ്റ്റ് ദിയേ ഗയേ ചിത്രം കെ നാം ലിഖോ. എന്താ? അവിടെ കുറെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിന്റെ നാം എഴുതണം. മൃഗ്, नृप, वृक्ष. नेक्स्ट चित्रों को शब्दों से जोड़ो. फर्स्ट वन कृष्ण, कृपाण, कृषक, तृण, वृषभ, मृग. अक्षरों को जोड़कर शब्द बनाओ. निंगळे പഠിച്ചാൽ മതി, അതൊന്നും എക്സാമിന് ഉണ്ടാവില്ല കേട്ടോ. एक ही मात्रा. നെക്സ്റ്റ് ലെസൺ एक ही मात्रा. എന്താ? सेब, जेब, पेड़, मेघ. പഠോ അവർ സമച്ചോ. എന്താ? റേൽ, ഖേൽ എല്ലാം ഏക്കി മാത്രമൊക്കെ അനേക ശബ്ദ അല്ലെ? കുറെ ശബ്ദങ്ങൾ, കുറെ വാക്കുകൾ, അതിന്റെ ചിഹ്നമുള്ള കുറെ വാക്കുകൾ ഉണ്ട് ഇവിടെ. റേൽ, ഖേൽ, ദേശ്, ഥേല, മേള, അകേല. ആസിയ, സഫ, ലിസൺ ഹിയർ. ഉറക്കത്തിലാണോ? अकेला, सवेरा, सहेली, जलेबी, करेला, मेहनत, बसेरा, मेरा, उसके, कितने, मीठे, केले, बेटा, बेटी, मेज. ഇതൊക്കെ അതിന്റെ മാത്രമുള്ള ശബ്ദങ്ങളാണ്, വാക്കുകളാണ്. നെക്സ്റ്റ് പഠനാഭ്യാസ്. ഇതൊക്കെ നന്നായിട്ട് വായിച്ചു പഠിക്കണം കേട്ടോ. പഠനാഭ്യാസം എന്നുള്ളതും പൂരാക്കരോ എന്നൊക്കെ ഉള്ളതെല്ലാം നന്നായിട്ട് വായിച്ചു പഠിക്കണം. ഒക്കെ എക്സാമിന് എവിടുന്ന ക്വസ്റ്റ്യൻ വരുന്ന നമുക്ക് പറയാൻ പറ്റില്ല. റെയിൽ ആയി. റീന अपनी सहेली के साथ उसमें चढ़ी. रेल चली गई. दुकान में केले थे. कुछ केले ठेले पर रखे थे. सवेरा हुआ अब उड़ा. सॉरी उड़. दांत साफ कर केले सेब खा. मेहनत कर आगे बढ़. पेज नंबर 9. ചിത്ര देखकर വാക്യ പൂരേ കരോ. ചിത്രം നോക്കിയിട്ട് അവിടെ വാക്യങ്ങൾ എഴുതണം. ഡാഷ് ദഹാഡ് രഹാ ഹെ. അവിടെ ഷേർ ദഹാഡ് രഹാ ഹെ.
കഴിഞ്ഞ പീരീഡ് കഴിഞ്ഞ ക്ലാസ്സിലും കൂടെ ഈ ടീച്ചറെ ദഹാഡ് എന്ന് പറഞ്ഞ എന്താണെന്ന് എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്ത് പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും ഷെയർ എന്ന് പറഞ്ഞാല് ദഹാഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. ഷെയർ എന്ന് പറഞ്ഞാൽ ലയൺ അല്ലേ, ദഹാഡ് പറഞ്ഞാൽ ഗർജിക്കുക. ഷെയർ ദഹാഡ് രഹാ ഹേ, ഡാഷ് ഖാസ് ചർ രഹി ഹേ, പേട് ഫൽവാല ठेले पर सेब और केले रखकर बेच रहा है. ഡാഷിന്റെ അടുത്തുള്ള വാക്ക് കിട്ടണമെങ്കിൽ ആ സെന്റൻസ് ഫുൾ ആയിട്ട് ബൈ ഹാർട്ട് പഠിച്ചാലേ ആ വാക്ക് കിട്ടുള്ളൂ. ഭാരത് മേരാ ദേശ് ഹേ, സവേരാ ഹോ ഗയാ, ചേഹ്ന ധോക്കർ നയേ കപ്പടെ പഹനോ. നന്നായിട്ട് വായിച്ചു പഠിക്കണം കേട്ടോ ഇതൊക്കെ. नेक्स्ट चित्र देखो, सही जगह पर एक ही मात्रा लगाकर शब्द पूरे करो. അവിടെ ചിത്രം നോക്കിയിട്ട് അവിടെ തെറ്റായിട്ട വാക്കുകൾ തന്നിരിക്കുന്നത് അതിന് എന്റെ ചിഹ്നം കൊടുത്ത് ആ ചിത്രത്തിന് യോജിച്ച വാക്കാവണം അത് അല്ലേ. ഫസ്റ്റ് ബൽന കൊടുത്തത്, അവിടെ ബേലാണ് പിക്ചർ കാണുന്നല്ലേ, അപ്പൊ ബേലിന് അവിടെ നമ്മൾ എന്റെ ചിഹ്നം കൊടുക്കണം. ബേൽ, മേള, ചേഹ്ര, കരേല, ലാൽട്ടേൻ, ജലേബി, സഹേലി, മേഹ്മാൻ. നെക്സ്റ്റ് കവിത, ഇതാണ് നമ്മൾ ലാസ്റ്റ് പഠിച്ചത്. ആരോൺ ഉറങ്ങി എഴുന്നേറ്റുള്ള? ഡിഡ് യു ബ്രഷ് യുവർ ടീത്ത്? യെസ്, ഓക്കെ. വായിക്കോട്ടൊക്കെ വിട്ടിരിക്കുക. കവിത കേലയെ തേലേമേം. സന മൻസൂർ ആൻഡ് ബെനീറ്റ, പ്ലീസ് ഓൺ യുവർ വീഡിയോ. ബെനീറ്റ, വേറെ ബെനീറ്റ ഉണ്ടോ? ഉണ്ടല്ലേ? പ്ലീസ് ഓൺ യുവർ വീഡിയോ. സന, ഓക്കെ. ബെനീറ്റ, നമ്മുടെ ബെനീറ്റ ഇവിടെ ചിരിച്ചോണ്ടിരിക്കുന്നോണ്ട് ഇവിടെ ഒരാള് വീഡിയോ ഓഫ് ചെയ്തിട്ടും കാണുന്നുണ്ട്. അപ്പൊ അത് വേറെ ഏതോ ബെനീറ്റയാന്ന് തോന്നുന്നു. ബെനീറ്റ, പ്ലീസ് ഓൺ യുവർ വീഡിയോ. ബെനീറ്റ ഫുൾ നെയിം എഴുതണം കേട്ടോ മോളെ. നമ്മൾ കാണുന്ന നമ്മൾ പുളിങ്ങോത്തെ ബെനീറ്റ ഫുൾ നെയിം എഴുതിക്കോ കേട്ടോ, രണ്ടുപേരുണ്ടെങ്കിൽ. ഓക്കെ. ഏക്കി മാത്ര ആ ലെസൺ അത് തന്നെ അതിന്റെ റിപ്പീറ്റ് ആണ് പിന്നെയും വരുന്നത്. റിപ്പീറ്റ് അല്ല, സോറി, അതിന്റെ ബാക്കിയായിട്ടാണ് വരുന്നത്. കേലയെ ഠേലേമേ, ചല്ലേ ചൽ മേലേമേ, ബേച്ച് ദേ സബ്കേ സബ്, മത്പട് ചമേലേമേ. നിങ്ങൾ ഈ 4 ലൈൻ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. 4 ലൈൻസും നന്നായിട്ട് വായിച്ച് ബൈഹാർട്ട് ആക്കണം, എഴുതിയും പഠിക്കണം. എന്താ ഇവിടെ നമ്മള് പിന്നെ ഖാലിസ്ഥാൻ പരോന്നില്ലേ, ആ എക്സസൈസ് നമുക്കൊരു കവിതയാണ്. നമുക്ക് എക്സസൈസിൽ വന്നിട്ടുണ്ട്, അപ്പൊ എക്സാമിന് ഉണ്ടാവാം അല്ലെ, ഒരു പോയം എന്തായാലും ഉണ്ടാവാം. അതുകൊണ്ട് 4 ലൈൻസ് നല്ലവണ്ണം പഠിച്ചിരിക്കണം. 4 ലൈൻസ് നല്ല മാർക്കും ഉണ്ടാവും. കവിതയൊക്കെ എഴുതുമ്പോ നല്ല മാർക്കും ഉണ്ടാവും. അത് വെറുതെ കളയത്, നന്നായിട്ട് എഴുതി പഠിക്കണം. കേലയെ ഠേലേമേ തോഷിൻ. ഓ, ഈ 7 മണിക്കൊക്കെ എഴുന്നേറ്റ് ഭയങ്കര ബുദ്ധിമുട്ടായില്ല മോനെ? ഉറക്കം പോയില്ലേ? എഡ്വിനൊക്കെ കണ്ണൊക്കെ തിരുമ്മിക്കൊണ്ട് വരുവാ ഇപ്പൊ. അല്ല എഡ്വിൻ, നമ്മൾ 6 മണിക്ക് എഴുന്നേക്കണം, എന്നാലേ ഒന്ന് ഉഷാറാവുള്ളൂ. എന്നിട്ട് വായിച്ചരാം. കേലയെ ഠേലേമേ, ചല്ലേ ചൽ മേലേമേ, ബേച്ച് ദേ സബ്കേ സബ്, മത് പട് ചമേലേമേ, ചലന ജരാ ബച്കർ മേലെ കെ റേലേമേ, गिर गए केले तो बिके ना थैले में, केले ठेले में चले चल मेले में. ശബ്ദാർത്ഥം ഈ ഒരു ലെസണിൽ മാത്രമേ ശബ്ദാർത്ഥം ഉള്ളൂ അല്ലെ. നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു കാണും, എഴുതാനേ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. എഴുതിയും കൂടെ പഠിക്കാം. ഫസ്റ്റ് കേലെ ബനാനാസ്. കേലെ എന്ന് കണ്ടോ? ബനാനാസ് എന്ന് പറഞ്ഞ എന്താ? ബനാനാസ് എന്ന് പറയുമ്പോൾ കുറെ എണ്ണം ഉള്ളതിനെ ബനാനാസ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിനാണെങ്കിൽ ബനാന എന്നേ പറയുള്ളൂ. അതുപോലെ ഹിന്ദിയിലും അങ്ങനെ തന്നെയാ. കേല എന്ന് പറഞ്ഞാല് ബനാന, കേലെ എന്ന് പറഞ്ഞാൽ ബനാനാസ്. കുറെ എണ്ണം ഉള്ളത് കൊണ്ടാണ് കേലെ എന്ന് പറയുന്നത്. ठेले കാർട്ട്, മേള ഫെയർ, ബേച്ചന ടു സെൽ, ചമേല ട്രബിൾ, ബച്കർ സേഫ്ലി, ഗിർന ടു ഫാൾ, ഥേല മണി. കഴിഞ്ഞ ദിവസം ആരോ നമ്മുടെ ഹോംവർക്ക് ചെയ്തതിൽ തേല മങ്കി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താ അങ്ങനെ? മങ്കി എന്നാണ് അവിടെ, തേല.
തേല മണി. സ്പെല്ലിംഗ് തെറ്റിപ്പോയതാ. MONKEY എന്ന് എഴുതി വെച്ചു. അവിടെ ഒരു കെ എക്സ്ട്രാ കൊടുത്തു. അപ്പൊ അതെന്തായി? മങ്കി എന്നായി അല്ലേ? नेक्स्ट एक या दो शब्दों में उत्तर लिखो. ठेले पर क्या है? ठेले पर केले. केले आंसर മാത്രം മതി. ഇവിടെ ആൻസർ ഫുൾ ആയിട്ട് എഴുതാൻ പറയുമ്പോൾ എങ്ങനെ എഴുതുക? ठेले पर केले है. केले कहाँ ले चल? आंसर മാത്രം മതി. मेले में. केले मेले में चल. केले का क्या करे? എന്തിനാ പോകുന്നത്? बेचने അല്ലേ? मेले में कैसा चलना है? बचकर. മേളയില് നമ്മൾ സേഫ്ലി, അതായത് ശ്രദ്ധിച്ച് സൂക്ഷിച്ചു പോകാനാ പറയുന്നത്. നല്ല ആൾത്തിരക്കും ഉണ്ടാവും അല്ലെ? അപ്പൊ സൂക്ഷിച്ച് ശ്രദ്ധിച്ചു പോകാനാണ് പറയുന്നത്. താഴത്തത് കണ്ടില്ലേ? ഖാലിസ്ഥാൻ ഭരോ. നന്നായിട്ട് പഠിക്കുക. ആ 4 ലൈൻസ് നന്നായിട്ട് എഴുതി പഠിക്കുക. നെക്സ്റ്റ് ചിത്രം കോ പൂരാ കരോ തഥാ രംഗ് ഭരോ. ആ ചിത്രം നോക്കിയിട്ട് അതിന് കളറ് കൊടുക്കുക. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് പേജ് 12. നിങ്ങള് സ്വന്തം ചെയ്യാനാ പറഞ്ഞല്ലേ? താഴെ കുറെ വേർഡ്സ് തന്നിട്ടുണ്ട്. അതിന്റെ മുകളില് പിക്ചറും തന്നിട്ടുണ്ട് അല്ലെ? ആ പിക്ചറിന് നമ്പർ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞേ. അല്ലെങ്കിൽ സർക്കിള് വരച്ചു കൊടുക്കുക. ജലേബി എന്ന് കണ്ടാൽ അവിടെ മുകളിലും ജലേബി ഉണ്ട് അല്ലെ? അതിന് നമ്പർ കൊടുത്താൽ അവിടെ അല്ലെങ്കിൽ എഴുതി വെക്കുക, എന്തെങ്കിലും ചെയ്യാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ നമ്പർ 1 2 3 അങ്ങനെ കൊടുക്കുക. താഴത്തെ ആ വേർഡ്സിന് പിക്ചറിലും 1 2 3 കൊടുക്കുക. എന്നിട്ട് അതിന് കണക്കായ 1 ഏതാണോ, ജലേബി ഏതാണോ അവിടെ 1 ഇവിടെ കൊടുത്തിട്ട് സർക്കിൾ വരച്ചാൽ മതി. ഇതാണ് നമ്മുടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ എക്സാമിന് വേണ്ട ലെസൺസ് ഇതൊക്കെയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, അൺമ്യൂട്ട് ചെയ്തിട്ട്. എനി ഡൗട്ട് ഫോർ യു? ഒന്നുമില്ല. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കട്ടെ. നിഹാര, പ്ലീസ് അൺമ്യൂട്ട്. Selna Elizabeth, please on your video. നിഹാര, ആ ഫസ്റ്റ് കവിതയുടെ 4 ലൈൻസ് ഒന്ന് പാടി കേൾപ്പിച്ച്. കേലാമേ എന്നാണോ? സോറി, കേലയെ में चल चल, मेले में बेच मेरा बेच दे सबको सबको എന്നാണോ ഇവിടെ? ചിഹ്നങ്ങൾ ശ്രദ്ധിക്ക്. सबको എന്നാണോ? सबके सब മുത്തുപട് മുത്ത് എന്നാണോ? മത്തുപട് അതുപട് ചമേലെ മേ. നിഹാര പഠിച്ചിട്ടില്ലല്ലോ. നിഹാര ഇന്നത് 5 ടൈംസ് എഴുതിയിട്ട് പോസ്റ്റ് ചെയ്യണം മിസ്സിന്റെ വാട്സപ്പ് നമ്പറില്, ഗ്രൂപ്പിലല്ല. ചെയ്യുവോ? അത് ഗ്രൂപ്പിലുണ്ട്. നമ്പർ കിട്ടിയില്ലെങ്കിൽ സാരമില്ല, അവിടെ നിന്ന് റഫ് ബുക്കിൽ എഴുതി പഠിക്കണം. എഴുതി പഠിച്ചതിന് ശേഷം അമ്മേനെ കാണിക്കുക. പിന്നെ അമ്മേനെ പാടി കേൾപ്പിക്കുക. അമ്മയുണ്ടോ അടുത്ത്? ഓക്കെ, അമ്മ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അമ്മേനെ കാണിച്ചാ മതി. ഓക്കെ. എഡ്വിൻ തോമസ്, കഴിഞ്ഞ ദിവസം മോനോട് ഒരു കാര്യം പറഞ്ഞു വിട്ടിരുന്നു.
ഇന്ന് എല്ലാരും റെഡി ആയിട്ട് എഡ്വിൻ തോമസ് കവിത ചൊല്ലുന്നത് കേൾക്കാൻ വേണ്ടി റെഡി ആയിരിക്കുക. എഡ്വിൻ പ്ലീസ് അൺമ്യൂട്ട്. ടീച്ചർ അങ്ങനെയൊന്നും എന്താ അങ്ങനെയൊന്നും അങ്ങനെ എനിക്ക് ടൂൺ കിട്ടുന്നില്ല. സാരമില്ല, കിട്ടുന്ന ട്യൂണിൽ പാടിക്കോ. എല്ലാരും പാട്ടുകാരാണോ? എഡ്വിൻ നല്ല പാട്ടുകാരനാണ്, അപ്പൊ എഡ്വിൻ പാടിക്കോളൂ. എനിക്ക് ഒരു ടൂണും കിട്ടിയില്ല ഇതുവരെ. സാരമില്ല, കിട്ടുന്ന ട്യൂണിൽ വായിച്ചോ, തെറ്റുകൂടാതെ വായിക്കണം. ടൂൺ കിട്ടുന്നില്ല ടീച്ചറെ. ട്യൂണൊന്നും വേണ്ടട, അങ്ങ് വായിക്ക്. केले तेले में चले चल मेले में बेचते सबके सब मत पड़ चल में चमेले में ബസ് മതി. ഇതുണ്ടല്ലോ എഡ്വിൻ എന്ത് ചെയ്യണം? എഡ്വിൻ ഇപ്പോഴും തപ്പി തടഞ്ഞ വായിക്കുന്നത്. എഡ്വിൻ 2 times എഴുതണം. വേണ്ട 3 times ആയിക്കോട്ടെ, നന്നായിട്ട് പഠിക്കണം. ഇത് എക്സാമിന് ചോദിക്കുന്ന 3 times. എഡ്വിൻ എന്തായാലും എന്നെ കാണിച്ചിട്ടുണ്ടാവണം. വേറെ ആരോടാ ഞാൻ പറഞ്ഞതിപ്പോ? നിഹാര എഴുതുന്നു. നിഹാര എഴുതുന്ന എനിക്കറിയാം. എഡ്വിൻ എന്നെ കാണിക്കണം കേട്ടോ. എഡ്വിന് ടീച്ചറിന്റെ നമ്പറൊക്കെ അറിയാം. ഉണ്ട് വാട്സാപ്പില്. ഉണ്ട് 3 times എഴുതി ഇടണം കേട്ടോ. ഓക്കെ ഗുഡ്. ഇനി ആരാണ്? ആരോൺ കൈ ഉയർത്തിയിട്ടുണ്ട്. ആരോൺ പ്ലീസ് അൺമ്യൂട്ട്. ആരോൺ പറയാ ഞാൻ കൈ ഉയർത്തിയിട്ടില്ല മിസ്സേന്ന്. ആരോൺ പ്ലീസ് അൺമ്യൂട്ട്. ഇന്നത്തെ പീരീഡ് നമുക്ക് കവിത നോക്കാം. നോക്കിയിട്ടെങ്കിലും വായിക്കണം ആരോൺ. ഓക്കെ തുടങ്ങിക്കോ. ആസിയ സഫ റെഡി ആയിട്ടിരുന്നോ കേട്ടോ. അലൻ റെഡി ആയിട്ടിരുന്നോ? ആരോൺ ഓക്കെ. കേലെ അക്ഷരങ്ങൾ നോക്കി വായിക്ക്, അല്ലെങ്കിൽ ഇവരിപ്പൊ പാടും. എല്ലാരും പാടാൻ തുടങ്ങി. ഒന്ന് വായിച്ചു തരാം കേട്ടോ, ശ്രദ്ധിച്ചേ. കേലയെ ഠേലേമേം. ആരോൺ വായിച്ചോ. ചല്ലേ ചൽ മേളേ में चले चल मेले में बेच दे सबके सब. बेच में എന്നാണ് അവിടെ കാണുന്നത്. बेच दे सबके सब मत पढ़ चमेले में. കുഞ്ഞാവിക്ക് ഒന്നും വായിക്കാൻ കിട്ടുന്നില്ല അല്ലേ? ആരോൺ അവിടെ ഇരുന്നിട്ട് 3 times എഴുതണം. നിഹാര മോളെ 3 times എഴുതിയാൽ മതി കേട്ടോ. അവൾക്ക് മാത്രം 5 times എഴുതാം. അവളിങ്ങനെ വിഷമിച്ചിരിക്കുക. 3 times മതി. ആരോൺ 3 times എഴുതണം. ഈ ക്ലാസ് കഴിഞ്ഞ അവിടെ ഇരുന്ന് എഴുതിക്കോ കേട്ടോ. അടുത്ത ക്ലാസ് ഇല്ലെങ്കിലേ ചെയ്യൂ ആരോൺ. എഡ്വിന് ഡൗട്ട് തുടങ്ങി. മോനെ 4 lines എഴുതിയാ മതി. ഇപ്പൊ പാടിച്ച 4 lines തെറ്റിയവര് ആ 4 lines മാത്രം എഴുതിയാ മതി. അലൻ മാത്യു. അലൻ ഇങ്ങനെ കവിത ചൊല്ലാൻ മുട്ടിയിരിക്കും. അലൻ തുടങ്ങിക്കോ. അലൻ പ്ലീസ് അൺമ്യൂട്ട്. അലൻ केले में चले चल मेले में बेचते सबके सब मत पड़ चमेले में. वेरी गुड. गिव क्लैप. वेरी गुड. जूलियट.
केले टेले में, चले चल मेले में, बेचे दे सबके सब, मत पड़ चमेले में. മത്ത് പടി ചമേലേമേ. ഒരു പ്രാവശ്യം എഴുതി പഠിക്കട്ടോ. ഓക്കെ, വെരി ഗുഡ്. ഷഹ്മ. ഷഹ്മ വി. ഷഹ്മ, can you hear me? Please, okay. പാടിക്കോ, കവിത പാടിക്കോ. ഷഹ്മ. केले पेले में, चल मेले में, बेच दे सबके सबा. സബാ എന്നാണോ? സബ്കെ സബ്. सबके सब में മത്ത് പട് ചമേലേമേ. पड़ अम्लमे. നോ ചമേലേമേ. ഷഹ്മ ഒട്ടും വായിച്ചിട്ടില്ല ഇതുവരെ അല്ലേ? 3 പ്രാവശ്യം നന്നായിട്ട് എഴുതി പഠിക്കാട്ടോ. വായിച്ചും പഠിക്ക. ഓക്കെ, ബെനീറ്റ. കേൾക്കുന്നില്ലല്ലോ ബെനീറ്റ? ഓഡിയോ ഓണല്ലേ? ബെനീറ്റ കേൾക്കാൻ പറ്റുന്നില്ല. പാടുന്നത് അറിയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നിഹാര. തോഷിൻ. ബെനീറ്റ ഗുഡ്. കേൾക്കാൻ പറ്റിയില്ല കേട്ടോ മോളെ. തോഷിൻ. ഓക്കെ, പ്ലീസ് അൺമ്യൂട്ട്. തോഷിൻ അൺമ്യൂട്ട്. ഓക്കെ. केले में, തോഷിൻ വായിക്ക്. केले में टेले में, കേലയെ ടേലേമേ എന്നല്ലേ? ഇനിയും വായിക്കാൻ പഠിച്ചിട്ടില്ലേ? 3 ടൈംസ് എഴുതി പഠിച്ച നന്നായിട്ട്. വായിച്ചേ കേൾക്കട്ടെ. കേലേമേ ടേലേമേ എന്നാണ് അവിടെ. ശ്രദ്ധിച്ചു നോക്കിയേ, കേലെ കഴിഞ്ഞിട്ട് മേന്നാണോന്ന്. ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല. കേലെ കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരം എന്താ? അത് പറഞ്ഞിട്ട് ഇന്ന് പോയാൽ മതി ക്ലാസ്സിൽ നിന്ന്. കേലെ കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരം എന്താ? ന്യായോ? എവിടെയാ ന്യായം ഉള്ളത്? ഇപ്പൊ വായിച്ചാണ്. കേലെ യേ ടേലേമേ, ചല്ലേ ചൽ മേലേമേ, बेच दे सबके सब, बेच दे सबके सब, मत पड़ चमेले में. അതെങ്ങനെയാ? മിസ് ഇവിടുന്ന് പാടിത്തരുമ്പോ അവിടെ ചിരിച്ചും കളിച്ചോണ്ടിരിക്കും അവൻ. അവിടെ ബുക്കിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇപ്പം കിട്ടില്ലേ? എഴുതിക്കോട്ടോ. തോഷിന് 5 ടൈംസ് എഴുതുക. എന്നിട്ട് നന്നായിട്ട് പഠിക്കുക. അമ്മയോട് സൈൻ ചെയ്ത് തരാൻ പറയാ. എഴുതിയാൽ മാത്രം പോരാ, അത് വായിക്കാനും കൂടെ പഠിച്ചിട്ടുണ്ടാവണം. ഒന്ന് അറ്റൻഡൻസ് എടുക്കട്ടെ. ഏഞ്ചൽ റോസ് ബെഞ്ചമിൻ, അലൻ മാത്യു, ജൂലിയറ്റ്, തോഷിൻ,
അലൻ പി സാംസൺ, ഷഹ്മ വി, ബെനീറ്റ, ആരോൺ, നിഹാര, ജെബിൻ ജേക്കബ്, റിലു ആബിദ്, സന മൻസൂർ, സെൽന എലിസബത്ത്, ആസിയ സഫ, എഡ്വിൻ തോമസ്, ജുവൽ ജോമൽ. ജോമൽ രണ്ടുപേരുണ്ടെന്നു അല്ലേ? ജോമൽ, മുഹമ്മദ് ഫവാസ്. ബെനീറ്റ് ആരപ്പ? ബെനീറ്റ് വീഡിയോ ഓൺ ചെയ്തിട്ടേ ഇല്ല. ബെനീറ്റ് അൺമ്യൂട്ട് ചെയ്താലും ബെനീറ്റയുടെ അടുത്ത് കേൾക്കാൻ പറ്റുന്നില്ല. ബെനീറ്റ, പ്ലീസ് ക്ലോസ് യുവർ വീഡിയോ. വീഡിയോ ക്ലോസ് ചെയ്തെന്ന്. ബെനീറ്റ, ഓക്കെ, ഇനി ഓൺ ചെയ്ത മോളെ. കഴിഞ്ഞ ക്ലാസ്. ബെനീറ്റ, രണ്ട് കാണുന്നുണ്ട്. ബെനീറ്റയുടെ പേര് 2 പ്രാവശ്യം കാണുന്നുണ്ട്. ഫുൾ നെയിം എഴുതിട്ട് കേറിട്ടോ മോള്. അൺമ്യൂട്ട് ആവുന്നില്ല അവളുടേത്. ഓക്കെ ബെനീറ്റ, സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല ബെനീറ്റയുടെ ഇങ്ങോട്ട്. പക്ഷെ മിസ്സിൻ്റെത് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അങ്ങോട്ട്. മിസ്സിന് കേൾക്കുന്നുണ്ട്, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. എന്തോ പ്രോബ്ലം ഉണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോളെ. പിന്നെ നമുക്ക് നേരിട്ട് സംസാരിക്കാം കേട്ടോ. നമ്മുടെ ടൈം ഇപ്പൊ തീരാൻ പോവാണ്. ഇനി എന്താണ്, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് ചോദിക്കാൻ എക്സാമിനെ കുറിച്ചോ? എന്തെങ്കിലും പാഠഭാഗത്ത് നിന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് കൈ ഉയർത്തുക, എന്നിട്ട് ചോദിക്കാം. 7 മിനിറ്റേ ഉള്ളൂ. എഡ്വിൻ, എന്താണ് ഡൗട്ട്? പ്ലീസ് അൺമ്യൂട്ട്. 4ാം പാഠം വരെയാണോ? അങ്ങനെയല്ലേ തന്നത്? ഗ്രൂപ്പിലിട്ടില്ലേ? കണ്ടില്ലേ? ഗ്രൂപ്പില് സിലബസ് കാണാത്തവർ എത്ര പേരുണ്ട്? കണ്ടവർ എത്ര പേരുണ്ട്? കണ്ടവരൊന്ന് കൈ ഉയർത്തിയേ. സിലബസ് കണ്ടവര്. ജുവലും ജോമലും കണ്ടില്ല, എഡ്വിനും കണ്ടില്ല അല്ലെ? ഒന്ന് നോക്കിക്കോ, ഗ്രൂപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ 4ാം പാഠം എന്ന് പറഞ്ഞാൽ 1ാമത്തെ പാഠത്തിലൊന്നും ഒന്നുമില്ല. കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങൾ തന്നെയാണത്. പാഠം 4 ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ 3 പാഠേ നമ്മൾക്ക് ഇപ്രാവശ്യം പഠിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ. ഫസ്റ്റത്തെ ലെസൺ കഴിഞ്ഞ വർഷത്തെ ഒന്നുകൂടെ ആവർത്തിച്ച് വന്നതാണ്, കഴിഞ്ഞ വർഷം പഠിച്ചത്. ഓക്കെ, ഹാൻഡ്സ് ഡൗൺ. വേറെ 4ാം പാഠം വരെയുണ്ട്. കവിത മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. നല്ല മാർക്ക് വരും, മാർക്ക് ഉണ്ടാവും അതിന്. നെക്സ്റ്റ്, ഇനി ആർക്കും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നന്നായിട്ട് പഠിക്കുക, എക്സാം ഒക്കെ നല്ല ഈസി ആവും പഠിച്ചു കഴിഞ്ഞാല്. വിനീറ്റിക്കൊന്നും ഒരു ഡൗട്ടും ഇല്ല. ഇനിയും കവിത പഠിക്കുമ്പോ അതിനകത്ത് വിട്ടാണോ വരുന്നേ? അതിനകത്ത് ചില പോർഷൻ ഒക്കെ വിട്ട് തരും, അത് എഴുതാനൊക്കെ. അങ്ങനെയൊന്നും അല്ല, ഒരു 4 ലൈൻസ് വരും. 4 ലൈൻസ് എഴുതി പഠിക്കണം. എവിടെയാ വിടുന്നത് മിസ്സിന് അറിയില്ലല്ലോ. മിസ് അല്ലല്ലോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഓൺലൈൻ ക്ലാസ് അല്ലേ, അതിപ്പം നമ്മുടെ സ്കൂളിൽ ഉണ്ടാവുന്ന പോലെ ആയിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ 4 ലൈനും എഴുതി പഠിക്കണം. എവിടെയാ ഡാഷ് ഇട്ടിട്ടാണോ അല്ലെ കവിത 4 ലൈൻ എഴുതാനാണോ മിസ്സിന് അറിയില്ല. ജെവിൻ, പെട്ടെന്ന് ചോദിച്ചോളൂ മോനെ. ടൈം ടേബിൾ ഒക്കെ തരും, നിങ്ങൾ പഠിക്ക്. ലാസ്റ്റ് അല്ലേ ടൈം ടേബിള്. പഠിച്ച് റെഡി ആയിട്ടിരിക്കുക. ഏത് നിമിഷവും നമ്മൾ എക്സാം എഴുതാൻ റെഡി ആയിട്ടിരിക്കുക. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 4ാം പാഠം ഉണ്ടോ പരീക്ഷയ്ക്ക്? ഉണ്ട്, 4ാം പാഠം ഉണ്ട്. കവിതയും പഠിക്കണം, അതിന് ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കണം, അതിലെ അർത്ഥങ്ങളും പഠിക്കണം. 4ാം പാഠത്തിലല്ലേ എന്തെങ്കിലും പഠിക്കാനുള്ളൂ. 3ാം പാഠം വരെ കുറെ കളർ കൊടുക്കാനും എഴുതാനും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇതേ ഉള്ളൂ. 4ാം പാഠം ഉണ്ടോന്ന് ചോദിക്കുന്നത്, അത് ഇച്ചിരി പഠിക്കാനുണ്ടല്ലേ. അത് വേണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 4 മിനിറ്റേ ഉള്ളൂ, വേഗം പറഞ്ഞു ചോദിച്ചോ.
അലൻ എന്തോ ചോദിക്കാനുണ്ട്. അലൻ പി സാംസൺ എന്തോ ചോദിക്കാനുണ്ട്. അതിനെല്ലാം പഠിച്ച് റെഡി ആയിട്ടിരിക്കുക. ടൈം ടേബിൾ കിട്ടിയാൽ മതി. ഇപ്പൊ എഴുതുമല്ലേ അലൻ? ഒന്നുമില്ല. നമ്മുടെ എഡ്വിൻ മാത്രമേ ഡൗട്ട് ചോദിക്കാനുള്ളൂ. അവൻ എപ്പോഴും ഡൗട്ടാ. അല്ല എഡ്വിന് ഒറ്റ ദിവസം പോലും മിസ് കളിയാക്കാത്ത ദിവസമില്ല. സങ്കടം ഉണ്ടോ എഡ്വിന്? ഇല്ല. ജൂലിയറ്റ് എന്ത് പറയുന്നു? എക്സാമിനെ കുറിച്ച് ഒന്നും ഡൗട്ട് ഒന്നുമില്ല? പ്ലീസ് അൺമ്യൂട്ട്. മിസ് ചോദിക്കുമ്പോ കേൾക്കുന്നില്ലേ? ഇല്ല. എല്ലാം പഠിച്ച് റെഡിയായി അല്ലേ? ഓക്കെ. അടുത്ത പീരീഡ് കാണാം നമുക്കല്ലേ? See you next period. Bye. എന്താ ആസിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആസിയ ചോദിച്ചോളൂ, പെട്ടെന്ന് ചോദിച്ചോളൂ. നയൻത് പേജില് ലാസ്റ്റത്തെ എക്സസൈസില് കരേല എന്ന് പറഞ്ഞാല് പാവിക്ക, ബിറ്റർ ഗോഡ്. കരേല, രായുടെ മുകളിലാണ് എയുടെ ചിഹ്നം വരുന്നത്. കരേല കേട്ടോ, കരേല. ഓക്കെ. See you next period. Bye.